ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത്. അടുത്ത മത്സരത്തിൽ നെയ്മർ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത മത്സരത്തിന് നെയ്മർ അവൈലബിൾ ആയിരിക്കും എന്ന സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം കാർലോ ആഞ്ചലോട്ടി നൽകുകയും ചെയ്തിരുന്നു. നെയ്മർ ഇല്ലാതെ ഈ വേൾഡ് കപ്പിൽ 2 മത്സരങ്ങൾ ബ്രസീൽ കളിച്ചു കഴിഞ്ഞു. ഒരു സമനിലയും ഒരു വിജയവും നേടാൻ ബ്രസീലിന് സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഇല്ലാതെ വേൾഡ് കപ്പിൽ ഇറങ്ങുമ്പോൾ വിജയിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ബ്രസീലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2014 വേൾഡ് കപ്പിലാണ് നെയ്മർ അരങ്ങേറ്റം നടത്തിയത്. അന്ന് മുതൽ നെയ്മർ ഇല്ലാതെ വേൾഡ് കപ്പിൽ 6 മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത്. ആ 6 മത്സരങ്ങളിൽ 2 വിജയങ്ങൾ മാത്രമാണ് ബ്രസീലിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു സമനിലയും 3 തോൽവികളും ബ്രസീലിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. 6 ഗോളുകൾ നേടിയപ്പോൾ 12 ഗോളുകൾ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2014 സെമി ഫൈനൽ പോരാട്ടത്തിൽ നെയ്മർ ജൂനിയർ ഇല്ലാതെയാണ് ബ്രസീൽ ഇറങ്ങിയത്. അന്ന് 1-നെതിരെ 7 ഗോളുകൾക്ക് ജർമ്മനിയോട് ബ്രസീൽ പരാജയപ്പെട്ടു. പിന്നീട് 3-ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബ്രസീൽ പരാജയപ്പെട്ടു. പിന്നീട് 2022 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ സ്വിറ്റ്സർലൻഡിനോട് ബ്രസീൽ ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിച്ചു. പക്ഷേ പിന്നീട് കാമറൂണിനോട് ബ്രസീൽ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഈ വേൾഡ് കപ്പിൽ മൊറോക്കോയോട് സമനില വഴങ്ങേണ്ടി വന്നു. ഹെയ്ത്തിക്കെതിരെ വിജയിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ വിജയിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ബ്രസീലിനെയാണ് വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.